ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പകൽക്കാല വന്ദനം യേശുവിലൂടെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവ് പലപ്പോഴും ഉപമകളായിട്ടും സദൃശങ്ങളായിട്ടും പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉപമ കൂടാതെയോ സദൃശം കൂടാതെയോ കർത്താവ് അധിക ഭാഗങ്ങളിലൊന്നും സംസാരിച്ചതായിട്ട് കാണുന്നില്ല. കാരണം പ്രത്യേകിച്ച് ശിഷ്യന്മാരോടൊത്ത് ഒരുമിച്ചായി നടക്കുമ്പോഴൊക്കെയും പല വിഷയങ്ങളും പറയാറുണ്ട്. അതിൽ സദൃശമായി പറഞ്ഞ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. എനിക്ക് അല്പം നേരത്തെ പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി വേഗത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. തുറന്നുള്ള ചുറ്റുവിട്ട വഴി പോയാൽ അതിൻ്റെ കൂടുതൽ ഒഴുകുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പലപ്പോഴും ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, അത് സ്വാഭാവികമാണ്. എൻ്റെ വിഷയം അതായതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവരിരുന്ന് ആരാധന കഴിഞ്ഞ് പിരിയുന്ന രീതി പോലെ ചെയ്തോളൂ, അതിന് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ നോക്കുക, ഞാനൊരു വേദഭാഗം വായിപ്പാനായിട്ട് ശ്രമിക്കുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വേദഭാഗങ്ങളാണ് വായിച്ച് നിങ്ങളുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. 44 മുതൽ 46 വരെ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. വയലിൽ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അത് മനുഷ്യൻ കണ്ട് മറച്ചിട്ട് അവന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. 2 സദൃശങ്ങൾ ഇവിടെ പറയുകയാണ്. അതിൽ ഒന്ന് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു ആ വയൽ വാങ്ങി. പിന്നെയും പറയുകയാണ്, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഇവിടെ 2 വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ 2 വ്യത്യസ്തമായിട്ടുള്ള നിധിയെക്കുറിച്ചും പറയുന്നു, മുത്തിനെക്കുറിച്ചും പറയുന്നു. അപ്പോൾ ഈ നിധിയും മുത്തും ഇത് രണ്ടും തമ്മിൽ ഒരേ ആംഗിളിലേക്ക് തന്നെ പോകുന്ന സംഭവമാണ്. ഈ സദൃശം പറയുമ്പോഴും ഉപമ പറയുമ്പോഴും ഒരുപക്ഷെ ആർക്ക് മനസ്സിലാകുമായിരുന്നില്ല, കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാകുമായിരുന്നില്ല. പിന്നെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, കർത്താവുമായിട്ടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക പതിവായിരുന്നു. എങ്കിലും പെട്ടെന്നത് മനസ്സിലാക്കുവാൻ ഇന്ന് നമുക്ക് ദൈവം കൃപ നൽകിയേക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അതായത് 78-ാം സങ്കീർത്തനത്തിലെ 1-2 വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എൻ്റെ വാമൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും, നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എവിടേക്കാണ് പോകുന്നതെന്നറിയാമോ? ആ പുരാതന കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ഇന്നുള്ള മക്കൾക്ക്, ഇന്നുള്ള കൊച്ചുമക്കൾക്ക് അത് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ട്. എന്നാൽ ഇവിടെ പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതായ, ആ മരുഭൂമിയിലൂടെ നടത്തി കൊണ്ടുവന്നതായ ആ സന്ദർഭങ്ങളെയാണ് 78-ാം സങ്കീർത്തനം സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക,
അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്ലിക്കാകുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താണ്? ഇത് ബാലപാഠം മുതൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. മറിച്ച് ഇനി കുറേ കാലങ്ങൾ അങ്ങ് കഴിഞ്ഞാൽ കർത്താവ് വരാൻ താമസിക്കുന്നുവെങ്കിൽ ഇത് പറയുമ്പോൾ ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റും, അപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ രേഖയായി ഇത് എഴുതപ്പെട്ട് കിട്ടിയതുകൊണ്ട്. മുമ്പ് കാലങ്ങളിൽ രേഖയായി ഒന്നും തന്നെ എഴുതപ്പെട്ടിരുന്നില്ല. വാമൊഴിയായി പറഞ്ഞത് ആ വാമൊഴിയായി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവിടെ ഈ കടങ്കഥ പറയുമ്പോഴും ഉപമ പറയുമ്പോഴും സദൃശം പറയുമ്പോഴും ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് അത് കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, പലപ്പോഴും വന്ന് പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്നു, അവരെ പ്രസംഗം കഴിഞ്ഞ് അവർ വിജയസാറിനും സുന്ദരസാരൊക്കെ ഇരുന്ന് പ്രസംഗിക്കുമ്പോഴും ഞാനും വന്ന് ഒരു പ്രസംഗം നടത്തി ഞാനും പോകണം എന്നല്ല. പ്രസംഗിക്കുന്നത് എന്തോ അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്നാ പറയണേ? ആർക്കറിഞ്ഞിട്ട് വേണ്ടേ? മുട്ടാൻ്റെ മേശിനേക്കാളും ഏത് ജഗത്തേക്കാളും വിലയേറിയതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുക. ഇവിടെ ഞാൻ ആ വിഷയത്തിലേക്ക് വരട്ടെ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്ക് ഉള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രമിക്കാം. പാലസ്തീനിൽ ചിന്നിച്ചതറി കിടക്കുന്ന മുത്തുകളോ ഭൂമിക്കടിയിലുള്ള മറ്റ് നിധി ശേഖരങ്ങളോ കണ്ടു കിട്ടിയാൽ ആ കാലയളവിൽ അക്കാലത്ത് ആ കണ്ടു കിട്ടുന്നവർക്ക് എടുക്കാമായിരുന്നു. ഇന്ത്യ രാജ്യത്തെ പ്രത്യേകത അനുസരിച്ച് വിലയുള്ള ഒരു നിധിശേഖരം കണ്ടെത്തിയാൽ അത് കണ്ടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരിനെ ഏൽപ്പിച്ചോളണം നിർബന്ധമാണ്. ഏതെങ്കിലും കാരണവശാൽ അത് എടുത്ത് സ്വന്തമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അത് സർക്കാരിനെ അറിയിച്ച് സർക്കാർ വന്ന് അത് കണ്ടുകെട്ടി മുദ്ര വെച്ച് ഇത്ര സാധനം അവിടെ നിന്ന് എടുത്തെന്നും പറഞ്ഞ് കൊണ്ടുപോകും. പിന്നെ എന്തെങ്കിലും ചായക്കാശ് നമുക്ക് കിട്ടാമെന്ന് കിട്ടിയത് ലാഭം. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് കിട്ടുന്നവർക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ ആ പാലസ്തീനിലെ ആ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കർത്താവ് ഈ ശേഖരത്തെക്കുറിച്ച് പറയുകയാണ്, ഈ നിധിയെക്കുറിച്ച് പറയുകയാണ്. ഇതൊരു മനുഷ്യൻ കണ്ടു. ഈ മനുഷ്യൻ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് ആരെ അറിയിച്ചില്ല. അപ്പോൾ ഇന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ തൻ്റേതായ സകലവും വിറ്റു. വിൽക്കാൻ കാരണം എന്താണ്? അതിനേക്കാൾ മേന്മയേറിയതും ഗുണമേറിയതുമായ നിധി ഇവിടെ കിടക്കുകയാണ്. എന്നിട്ട് ആ വയൽ വാങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. വെറുതെ അല്ല വാങ്ങിയത്, അവിടെയുള്ള ശേഖരം കണ്ടുകൊണ്ട് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ഇവിടെ അതൊരു മനുഷ്യൻ മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു ആ വയൽ വാങ്ങി. ഒരു കാര്യം മനസ്സിലാക്കണേ, ഈ നിധി നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ പോയി വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു, എന്നിട്ട് ആ മുത്ത് വാങ്ങി. കേൾക്കണേ, ഭയങ്കര രസകരമായ കാര്യമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? തനിക്കുള്ള എല്ലാ മുത്തും വിറ്റിട്ട് എന്ത് ചെയ്തു? ഈ നല്ല മുത്തിനെ വാങ്ങി. അപ്പം എന്താണ് അതിൻ്റെ പ്രത്യേകത? മറ്റുള്ള മുത്തുകളേക്കാൾ ശ്രേഷ്ഠമേറിയ മുത്താണ്, അതിനേക്കാൾ മേന്മേറിയ മുത്താണ്, വിലയേറിയ മുത്താണ്. ആ മുത്തെന്താണെന്ന് അറിയാമോ? ഈ കേൾക്കുന്ന തിരുവചനം തന്നെയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഇത് ഒരാങ്കിളിലേക്ക് രണ്ട് ഉപമകളും രണ്ട് സദൃശങ്ങളും ചെന്നു ചേരുകയാണ്. അത് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയില്ല. ഞാനാണെന്ന് പറഞ്ഞില്ല. എന്താ കാരണം? പറയാൻ പറ്റൂല. അത് ബുദ്ധിയുള്ളവൻ കേൾക്കാൻ, ചെവിയുള്ളവൻ കേട്ടോട്ടെ എന്ന് പറഞ്ഞവർ ബുദ്ധിയുള്ളവൻ ചിന്തിച്ചോളട്ടെ, ബുദ്ധിയില്ലാത്തവർ ചിന്തിക്കുകയും വേണ്ട. ചിലപ്പോൾ എന്താ പറയണേ? അപ്പോൾ ഇവിടെ നോക്കൂ, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറ്
ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പം ഈ രണ്ടിൻ്റെയും സാരാംശം നമുക്ക് മനസ്സിലായി. അത് എന്താണെന്നും അതെന്തിനെ ഉദ്ദേശിക്കുന്നത് എന്നും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, വീണ്ടും ആ കർത്താവിനെ സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. അല്ല, നിലനിൽക്കുന്നുവെങ്കിൽ ആ നിലനിൽക്കുന്ന ക്രിസ്തുവിനെ നല്ല മുത്തുമായി സന്തോഷിച്ച് നിങ്ങളുടെ ജീവിതം നിത്യമായി പോട്ടെ, നിത്യമായി കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ നല്ല മുത്ത് സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേകത. ഒന്ന് നമുക്ക് ലൂക്കോസിൻ്റെ പുസ്തകം എടുക്കാം. അവിടേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ കർത്താവായ യേശു ക്രിസ്തു പോകുന്ന വഴിയിൽ യെരുശലേമിൽ വെച്ച് ഒരു ഉപമ പറഞ്ഞു. അതാ അവിടെ എരികോവിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ അതൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വീണ്ടും കടന്നു പോവുകയാണ്. എങ്ങനെയാണ് കടന്നു പോകുന്നത്? പിന്നെ അതിൻ്റെ 38-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ശ്രദ്ധിക്കണേ, നമ്മളാണെങ്കിൽ കൈക്കൊള്ളു. ഒരു സുവിശേഷകനാണ് ചത്തോക്രൈസ്റ്റുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദർ സാറെ തലതിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓണമായിട്ട് പോട്ടെ, ഇവിടെ വന്ന് കുശലം പറഞ്ഞ് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് അവിടെ പറയുകയാണ്. മാർത്ത അവിടെ മാർത്തയും മറിയയും ഉണ്ട് സഹോദരി. അവിടെ മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അത് അടുക്കെ വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലല്ലോ. ഇപ്പോൾ ക്ഷണിച്ചാണ് വരുന്നത്, വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ പറയുന്ന സ്ഥലം ബെഥേന്യ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നോക്കൂ, ഒലിവുമലയുടെ ഹിന്ദുക്കായി കിടക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ചരിവിലായിരിക്കുന്നു ഇവരുടെ ഭവനം എന്നുള്ളതാണ്. അതായത് യെരുശലേമിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഒരു ഭവനമാണ് യേശുക്രിസ്തുവിന് വിശേഷാൽ പ്രധാനപ്പെട്ട ഒരു ഭവനവുമാണ്, ഒരു ബന്ധുവീട് പോലെയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാർത്തയോ വളരെ ശുശ്രൂഷയാൽ, ഇവ ഭയങ്കര തിരക്ക് കാര്യങ്ങളാണ്. എന്താണ്, സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടേച്ച് അവർക്ക് മറിയ എന്ന ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാളെന്ത് ചെയ്യുകയാണ്? കർത്താവിന് സ്വീകരിച്ച ആ അതിഥിയെ സ്വീകരിച്ചപ്പോൾ അതിന് വേണ്ട ചില കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അത്. ഈ വളരെ കുഴച്ചിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ 2 സഹോദരിമാർ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം, അവരുടെ ഭാവത്തിൽ നിന്നറിയാം. എന്തറിയാം? എന്നിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ ഇവിടെ വെണ്ടാണ്ട് നടക്കണം കണ്ടോ, കഴിയ പോലെ നടക്കണ കണ്ടോ എന്നവരുടെ മുഖഭാവത്തിൽ നിന്നും കണ്ണുകളിൽ നിന്നും മനസ്സിലാകും. എന്നാൽ ഇവിടെ അത് മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഓ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവ് അവളോട്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ പിന്നെ പറയുന്നത്, എന്നാൽ അല്പമേ വേണ്ടൂ. എന്താ അല്പം? അല്പമേ വേണ്ടൂ. ഒരു കറി എന്ന് പറഞ്ഞു എന്നാണ് ചില ആളുകളുടെ ഭാഷ്യം. ഒരു കറി മതി. അന്നത്തെ ആ സ്വീകരണത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു കറി മതി എന്ന്. എന്നാൽ വാസ്തവത്തിൽ ആ യേശുക്രിസ്തുവിനെ ആ സ്വീകരിച്ചത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് യേശുക്രിസ്തു അവതരിപ്പിച്ചു എന്നും മറ്റൊരു കൂട്ടർ. ഞാൻ ഒന്നും ഇതിലില്ലാത്ത കാര്യം ഇതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ വരിക. എന്നിട്ട് വീണ്ടും പറയുന്നു, പലതിനെ ചൊല്ലി അത് വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ. അല്ല, ഒന്ന് മതി. ഒന്ന് മതി. അതാണ് ഒരു കറി മതി എന്ന് പറഞ്ഞത്. അല്ല, ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ
നമ്മൾ മനസ്സിലാക്കുക, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. മറിയ നല്ല നിധി കണ്ടെത്തിയിരിക്കുന്നു. മറിയ നല്ല മുത്തിനെ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സ്വീകരിച്ച മുത്തിനെ അത് ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ട് പരിഭാവമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, പിറുപിറുപ്പില്ലാതെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? പലർക്കും ഇത് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ എന്നിട്ട് പറയുന്നു, അല്ല, ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എത്ര പേർക്ക് ഇത് നിധി പറഞ്ഞതുപോലെ ഈ നിധിയെ യഥാർത്ഥമായി സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാനത് ഒരുപടി നീട്ടാൻ ആയിട്ട് ആഗ്രഹിക്കുകയല്ല. അതുപോലെ തന്നെ വീണ്ടും അത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മുത്ത്, നല്ല മുത്ത് കണ്ടപ്പോൾ കയ്യിലുള്ള മുത്തൊക്കെ വിറ്റേച്ചും വാങ്ങിയതുപോലെ ആ പറയുന്ന മനുഷ്യനെ പോലെ ആ സദൃശത്തിൽ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എത്ര പേർക്കത് ഉൾക്കൊള്ളാൻ, അത് സ്വീകരിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇനി പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും കടന്നു വരട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ രണ്ട് ഉപമകളും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ഒരു സൽക്കാരം നടത്തി, ആരക്ക് നടത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി, അത് മാർത്തയും മറിയയും ഒരു സൽക്കാരം നടത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് അവിടം കൊണ്ട് തീരുകയല്ല. പലപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പറയുന്നത് തുടക്കം മുതൽ മറിയയുടെയും അത് അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ വേദനയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടക്കുന്നു. ഇപ്പോൾ അവരുടെ ഭവനത്തിൽ അവരുടെ സഹോദരനായ ലാസർ ദീനമായി കിടക്കുകയാണ്, സുഖമില്ലാതെ കിടക്കുകയാണ്. ഇത് കേട്ടപാടി, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ആ വഴിയെ കടന്നു പോകുമ്പോൾ അവിടെ ചെന്ന് പറയുകയാണ്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു, ഇവിടെ നോക്കുക, കിടക്കുന്നു എന്ന് പറയിച്ചു. വേറെ പറയിപ്പിക്കരുത്. യേശു അത് കേട്ടിട്ട്, ഈ ദീനം എന്തിനാണെന്നാണ് പറയണത്? ഈ ദീനം പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയുന്നു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല. എന്നിട്ട് പറയാണ്, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവം മഹത്വപ്പെടണം. പുത്രൻ മുഖാന്തരം ദൈവം മഹത്വപ്പെടണം. അപ്പോൾ തന്നെ പുത്രനും മഹത്വപ്പെടണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ആ ചെയ്യാൻ കഴിയുന്നത് പിതാവിനോട് ചോദിക്കുമ്പോൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പാഠമാണ്. അല്ലാണ്ട് ചെറിയൊരു പാഠമൊന്നും അല്ലാതെ. പ്രിയമുള്ളവർ, നമുക്കറിയാം, ഉടനെ തന്നെ അത് അധീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ, അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം വരെ പിന്നെയും യേശു ക്രിസ്തു കഴിഞ്ഞിട്ടാണ് ഈ ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ അതിൻ്റെ 11-ാം വാക്യം പറയുകയാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയെ ഉണർത്താൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുക, അത് മരിച്ചു എന്ന് മാത്രമല്ല, മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി. പിന്നീട് വായിക്കുമ്പോഴൊക്കെ കാണാൻ കഴിയുന്നത് അതാണ്. നാറ്റം വെച്ച് തുടങ്ങിയല്ലോ, കല്ലറക്കൽ വന്ന് ആ തുറന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയുന്നു കർത്താവ്. അങ്ങനെ കൂടെ പോകുന്നു, കല്ലറ തുറക്കുന്നു, ദൈവത്തിൻ്റെ അടുത്ത് അത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നോക്കൂ, അപ്പോൾ വീണ്ടും അവിടെ 25-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ മരിച്ച വിവരം പറയുന്നു. സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യേശു അവളോട് പറയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ കണ്ടപാട് കാൽക്കൽ വീണ് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ടവരെ കാണുകയാണ്. അത് അവർ മാത്രമല്ല, അത് ലാസറിൻ്റെ മരണത്തിൽ പല യഹൂദന്മാരും അവരും അത് കരയുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ സിനിമ തിയേറ്ററിൽ അതായത് പോയി ഇരുന്നാലുള്ള അവസ്ഥ എന്താണ്?
ഒരാൾ സിനിമ മോശമാണെങ്കിൽ ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും, ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും, ഒരാൾ ഇങ്ങനെ നേരെ ഇരിക്കും, ഒരാൾ ഇങ്ങനെ ഇരിക്കും. എന്തിനാ അപ്പാ ഇതെന്നെ തല്ലിയിട്ട് കാര്യം എന്ന് പറയുന്നത് പോലെ അല്ലേ എന്ന് തോന്നിപ്പോകും പ്രസംഗികൾക്ക്. നിങ്ങൾ എന്ത് കാണിച്ചാലും കാണും. അതായത് നിങ്ങൾ അവിടെ ഇരുന്ന് ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നെ നോക്കിയാൽ കാണില്ല, പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ വന്നിരുന്ന് നോക്കിയാലും കാണും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു അല്പസമയം ഞാൻ പെട്ടെന്ന് നിർത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. യേശുവോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ഒരാളും എന്ത് ചെയ്യില്ല, മരണം കാണുകയില്ല. ഈ നല്ല ബുദ്ധ സ്വീകരിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു വ്യക്തി പോലും മരിക്കുകയല്ല, പിന്നെയോ അതായത് ആയിരിക്കുന്നത് എന്താണ്? മരണമില്ലാത്ത അവസ്ഥയിലാണ്. നമ്മൾക്ക് നിത്യമായിട്ടുള്ള ആ മരണത്തെ നീക്കിക്കളയുകയാണ്. ഇവിടെ ഈ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ അവരുടെ വിശ്വാസത്തെ പൂർണ്ണമാക്കുകയാണ്. മറ്റൊന്ന്, കർത്താവായ യേശു ക്രിസ്തു വരാൻ പോകുന്ന ക്രൂശിൽ മരണം വെക്കാൻ പോകുന്ന ആ കാര്യത്തെ ഓർപ്പിക്കുകയാണ്. ഈ വരുന്ന ആഴ്ചയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിശേഷങ്ങൾ ഉണ്ടല്ലോ. ആ നടത്തിപ്പിലാണല്ലോ പ്രത്യേകത. വരുന്നു പെസഹ പെരുന്നാൾ, ദുഃഖവെള്ളി, അത് പിന്നെ ഞായറാഴ്ചയാക്കി കഴിഞ്ഞ പോത്തുവെള്ളി. ഞാനും പോയി മേടിക്കും, ഞാനും പെസഹ ഉണ്ടാക്കും, ഞാനും ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്താലും സത്യമല്ലാതെ വരില്ലല്ലോ. ഒരിക്കൽ ക്രൂശിക്കപ്പെട്ട യേശു പിന്നെ ക്രൂശിക്കപ്പെടുന്നില്ല എന്നുള്ള സത്യം തന്നെയല്ലേ എന്ന് ആലോചിച്ചാൽ ചില പുരോഹിതന്മാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാനത് പറയാനായിട്ടും ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നോക്കൂ. എന്നിട്ട് അവിടെ പറയുന്നു, മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരിക്കുന്ന അവർക്ക് വേണ്ടിയാണ് മനുഷ്യൻ. മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അവിടെ നോക്കൂ. എന്നിട്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് അങ്ങനെ പോയി. അത് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇരിക്കുന്നിടത്ത് പോകുന്നു. 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞിട്ട് അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ, ശ്രദ്ധിക്കൂ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ. നമ്മളുടെയൊക്കെ അപേക്ഷ കേട്ടതിനാൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളുടെ അപേക്ഷ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെ പറയണേ? പലപ്പോഴും അപേക്ഷ കേട്ടാലേ അത് പറയാൻ പറ്റുള്ളൂ. ചിലരുടെ അപേക്ഷയൊക്കെ അങ്ങനെ കെട്ടിക്കിടക്കുക. ഞാൻ ഭൂമിക്ക് വേണ്ടിയിട്ട് ഒരു തരം മാറ്റാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആ അപേക്ഷ കിടന്ന് ഇന്നാൾ വന്നിട്ട് ഒരു കുരിശും കൂടി തന്നു എനിക്ക്. എന്നാണെന്നറിയാമോ? അത് ആകെ 33.5 സെൻറ്റിന് 50,000 രൂപ കൊണ്ട് കെട്ടി. ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ 47 ആയുള്ളൂ. അതിൽ കൂടി ഒരു 3,000 കൂടി ചേർത്ത് 50,000 കെട്ടിയാൽ അത് കരഭൂമിയായി കിട്ടും. ഇതൊക്കെയാണ് ചിരിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ, പ്രിയമുള്ളവർ. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത എന്താണ്? യേശു അത് അപേക്ഷ കേട്ടതിനാൽ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതായ എല്ലാ കാര്യത്തിലും പിതാവ് മറുപടി കൊടുത്തിരുന്നു എന്നാണ് അർത്ഥം. വീണ്ടും പറയുകയാണ് 41 പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആദ്യം ചെയ്യുന്ന കാര്യം, ആദ്യം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു തന്ന ഉപകാരത്തെ ഓർത്ത് ഒരു സ്തുതി അങ്ങ് കൊടുക്കുക. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതി അങ്ങോട്ട് ചെല്ലല്ല, സ്തുതി കർത്താവിൽ നിന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ വന്നാൽ മതി എന്നുള്ള മറ്റില്ല അല്ലേ പ്രാർത്ഥന. പ്രിയമുള്ളവരെ നോക്കൂ. എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ യേശു മേലോട്ട് നോക്കി പിതാവേ പറഞ്ഞു കഴിഞ്ഞേച്ച് വാഴ്ത്തുന്നു എന്ന് പറഞ്ഞേച്ച്, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം, ഇപ്പോൾ ചുറ്റും പുരുഷാരം കൂടിയിരിക്കുകയാണല്ലോ, പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ മരിച്ച് 4 ദിവസമായല്ലോ, നാറ്റം വെച്ച് തുടങ്ങിയല്ലോ, ചില യോധന്മാർ കളിയാക്കാൻ തുടങ്ങിയല്ലോ. അത് ചെയ്ത് ഈ അത്ഭുതം ചെയ്ത് ആ മനുഷ്യനെ എന്തുകൊണ്ട് ഇപ്പോൾ ഉയർപ്പിക്കാൻ പാടില്ലേ, ജീവനോട് ആക്കാൻ പാടില്ലേ എന്നൊക്കെ ആ ഭാഗത്ത് പറയുന്നുണ്ട് ചിലർ. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ, പിതാവെങ്കിലേക്ക് അത് പ്രാർത്ഥിച്ച്, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും പറയുകയാണ്, ഇനിയും അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്ത് ചെയ്യണം? നീ അയച്ചു എന്ന്. എന്ത് അയച്ചു എന്ന്?
യേശു ക്രിസ്തുവിനെ അയച്ചതാണെന്ന്. അത് ചുറ്റുമുള്ളവർ അറിയേണ്ടതിന്, ചുറ്റുമുള്ളവർ വിശ്വസിക്കേണ്ടതിന്, ആ നിമിത്തം വന്നിട്ട് പറയുകയാണ്, നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. കയ്യും കാലും കിട്ടിയേക്ക. എന്നിട്ട് ബാക്കി ചേഴിച്ചപടി ശൂദ്രനെ പോലെയുള്ളവർക്കും എന്നെ പോലെയുള്ളവർക്കും വർഗീസ് സാവറിനെ പോലെയുള്ളവർക്കും ഒക്കെ കൊടുത്തു. അയച്ചു. എന്നാ പോട്ടെ, ഒക്കെ അയച്ച് കെട്ടഴിച്ച വിട്ടോ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യങ്ങൾ, പ്രധാനപ്പെട്ട സത്യങ്ങളാണിത്. അങ്ങനെ പുറത്തു വന്നു. അവൻ്റെ കയ്യും കാലും ശീല കൊണ്ട് കെട്ടി, മുഖം റുമാൽ കൊണ്ട് മൂടിയും വരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോട്ടെ എന്ന് പറഞ്ഞു. എത്ര കാലം പിന്നെ ജീവിച്ചിരുന്നു എന്നൊന്നും എനിക്കറിയില്ല, റെക്കോർഡിലുമില്ല, ഇത് ഈ പുസ്തകത്തിലുമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, നീ അതായത് നമ്മൾ ഒരു വിരുന്ന് നടത്തിയാൽ, അത് നടത്തേണ്ടവർക്ക് നടത്തിയാൽ, അത് ചെയ്യേണ്ടവർക്ക് ചെയ്താൽ, അത് നിൻ്റെ വീട്ടിൽ ഒരു പ്രയാസ പ്രതികൂലം വരുമ്പോൾ, വീർപ്പ് പൊട്ടി നിലവിളിക്കുന്ന ഒരു അവസരം വരുമ്പോൾ, ഇവിടെ ഉയർപ്പിച്ചുപോലെ ഉയർപ്പിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ വേറെയുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അതായത് നീ മാനിച്ചവൻ ആരാണെന്ന് മനസ്സിലാക്കി മാനിക്കുമ്പോൾ അവിടെ ദൈവം നിന്റെ കുടുംബത്തിൽ അത് പ്രത്യക്ഷമാകുകയാണ്. അത് സങ്കട സമയത്ത് നിന്നോടുകൂടി കരയുവാൻ, പ്രയാസം അനുഭവിക്കുമ്പോൾ നിന്നോടുകൂടി പ്രയാസപ്പെടുവാൻ, ദുഃഖം അനുഭവിക്കുമ്പോൾ നിന്നോടുകൂടെ ദുഃഖിപ്പാൻ ഒരു അരുമനാഥനായ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ നല്ല മുത്തിനെ സ്വീകരിപ്പാൻ നമുക്കൊക്കെ മനസ്സായിരുന്നു. എന്നാൽ ഈ നല്ല മുത്തിനെ വേണ്ടും വിധത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയാറില്ല. പലപ്പോഴും അതിൻ്റെ അകത്ത് എന്താ ആൾട്ടാണ് സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, അന്നേരം ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതായി കാണാൻ കഴിയുന്നു. ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ, അതെ, ഇവിടെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അത് നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 66-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അന്ന് മുതൽ അവരെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പള്ളിയിൽ നിന്ന് പോകുന്നതും ഇങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ വേറെ ഒന്നുമല്ല, പിൻവാങ്ങി പോകുന്നത് പല കാരണങ്ങളാൽ പറഞ്ഞു, ഓ ഇത് ശരിയല്ല, ഈ കേസൊക്കെ എവിടെ നടക്കും, എങ്ങനെ നടക്കും, എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും, ഏത് രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് പലരും സഭ വിട്ടു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. എന്താണെന്ന് അറിയാമോ? അത് പിൻവാങ്ങി പോവുക. യേശുവിൻ്റെ കൂടെ പിൻവാങ്ങി അത് പോകാൻ കാരണം എന്താണ്? കൽപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടെ ചെന്നപ്പോൾ ചെന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറെ ഭക്ഷണം കഴിക്കാനും കിട്ടും, അതൊക്കെ കിട്ടും, ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞു പോയി. അതൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊന്നും അതിൽ തൃപ്തരായിരുന്നില്ല. അവർക്ക് വ്യക്തിപരമായിട്ട് ഉല്ലസിച്ച് ജീവിക്കണം. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഇതൊക്കെ തടങ്കൽപ്പാറയായി വരുന്നു. അതുകൊണ്ട് ഒക്കെ പിന്മാറി പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ ഒരു കാര്യമുണ്ട്, അത് കർത്താവ് ചോദിക്കുകയാണ്, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല, പിൻവാങ്ങിപ്പോയി. ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 പേരോട്, തെരഞ്ഞെടുക്കപ്പെട്ടവരോട്, കൂടാറുന്നവരെല്ലാവരും ശിഷ്യന്മാരൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണമേ. കർത്താവേ, അവിടെ നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സായോ എന്നാണ്, മനസ്സിലായോ എന്നാണ്. അപ്പോൾ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു കർത്താവ്. നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പോൾ അവിടുന്ന് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്.
ഈ നല്ല മുത്തിനെ സ്വീകരിക്കുമ്പോൾ, കൂടെ നടക്കുമ്പോൾ ആ നിത്യം ജീവിക്കാനുള്ള മുത്തുകൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ വഴി നിന്റെ പക്കൽ മാത്രമുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, മറ്റൊരു വഴിയില്ല. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ് നിത്യജീവന്റെ വചനങ്ങൾ. ഈ വചനങ്ങളാണ് നല്ല മുത്ത്, ഈ വചനങ്ങളാണ് നല്ല നിധി. നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് തന്നെ ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും ഈ നല്ലത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുഷ്ടി ഉണ്ടാവില്ല എന്നോ, നിങ്ങൾ നന്നാവില്ല എന്നോ, നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്നോ, നിങ്ങൾക്ക് പറമ്പ് വാങ്ങാൻ കഴിയില്ല എന്നോ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്നല്ല, നിങ്ങൾക്ക് കഴിഞ്ഞാലും അതൊക്കെ വ്യർത്ഥമത്രേ. ഇതൊക്കെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ നല്ല മുത്തിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നു എങ്കിൽ അതൊക്കെ അനുഗ്രഹവുമാണ്. അവിടെ പറയുകയാണ്, അത് പാട്ടുകാരൻ പാടുന്നത് എങ്ങനെയാണല്ലോ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ കണിയങ്ങൾ പോയി വസിക്കും, നിന്നെ വിട്ടിൽ പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, നീയല്ല നിലഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ല നിലഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, എല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീതരാം ഞങ്ങളുടെ പാവമെല്ലാം ഏറ്റതും, നീതരാം ഞങ്ങളുടെ പാവമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള സമ്പത്തേശുവേ. ഈ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നെങ്കിലും ആ കർത്താവിനെ പിടിച്ച സമയം വന്നപ്പോൾ അത് അല്പം ഒന്ന് പതറിപ്പോയി. പത്രോസിൻ്റെ പല ഘട്ടങ്ങളും നമ്മൾ മാറി മാറി ചിന്തിച്ചാൽ പിന്മാറ്റക്കാർക്ക് മടങ്ങി വരാൻ ഇത്ര വലിയ ആ അനുഭവം വേറെയില്ല. ഏതൊരുത്തൻ സഭയിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടോ അങ്ങനത്തെ അവസരം നോക്കി വേണം അവൻ മടങ്ങി വരുവാൻ. അല്ലാതെ മറ്റൊന്നും നോക്കിയല്ല, മറ്റുള്ളവരുടെ മുഖം നോക്കിയല്ല, ഉപദേശിമാരുടെ മുഖം നോക്കിയല്ല, മൂപ്പന്മാരുടെ മുഖം നോക്കിയല്ല, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരുടെ മുഖം നോക്കിയല്ല, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരുടെ മുഖം നോക്കിയല്ല. അത് തിരിച്ചു വരുമ്പോൾ സ്നേഹിക്കുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവ് സ്നേഹിക്കുന്ന ഒരുവനെ സഭയ്ക്ക് തള്ളിക്കളയാൻ ഒരു കാരണവശാലും കഴിയില്ല. ആരുടെയും മുറുക്കും മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, പത്രോസ് പിന്മാറിപ്പോയ അവസ്ഥയൊക്കെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്മാറിപ്പോയിട്ടും നെടുമ്പാടത്ത് നിലവിളിച്ച് കരഞ്ഞ് മടങ്ങി പക്ഷേ പറഞ്ഞു പോയ കുറ്റങ്ങളൊക്കെ ഓർക്കുവാനിടയായി. നമ്മൾക്കും ഈ നല്ല മുത്തിനെ അകറ്റി നിർത്തുവാൻ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക. ആ മടങ്ങി വരുവാനായിട്ട് വീണ്ടും നമ്മൾ ആ സ്വീകരിച്ച അതേ അവസ്ഥയിൽ തന്നെ സ്വീകരിക്കാനായിട്ട് നമുക്കിടയായിത്തീരണം. നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മെ ആദ്യം സ്നേഹിച്ചതിനേക്കാൾ 10 മടങ്ങായി നമ്മെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ നല്ല മുത്തായിരിക്കുന്ന മുത്ത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാം. അതിന് വേറെ ആർക്കും കൊടുക്കാനൊന്നും പോകണ്ട. നിങ്ങൾ വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. വിൽക്കാൻ പറ്റിയ നിങ്ങൾ വിറ്റ് കാശാക്കുന്നോടത്തോളം ആക്കിക്കോ. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് ചെയ്യാൻ കഴിവുള്ളവർ അങ്ങനെ ചെയ്തോട്ടെ. ഇനി വിറ്റില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടാതെ ഈ നിധി, പൗലോസ് പറയുമ്പോൾ ഈ ഉപനിധി എന്ന് പറഞ്ഞു, ആ നിധി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. നമ്മളൊരു സൂക്ഷിപ്പുകാരാണ്. രക്ഷിക്കപ്പെട്ടു, അന്ന് പോയിട്ട് സ്നാനം എടുത്തു, തമിഴ്നാടിൻ്റെ ആയിരിക്കും തൊട്ടിയിൽ വന്ന് സ്നാനം എടുത്തു, രക്ഷിക്കപ്പെടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടും. പക്ഷെ നിലനിർത്തി കൊണ്ടുപോകേണ്ട വിഷയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളൊക്കെയും ഉപദേശത്തിലേക്ക് കടന്നു വന്ന് നിലനിൽക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് എന്നുള്ള രക്ഷയുടെ അനുഭവത്തിലേ വളരാൻ കഴിയുള്ളൂ. അങ്ങനെ വളർന്ന് പൂർണ്ണമാകുമ്പോഴാണ് നമ്മൾക്ക് ആ നിത്യജീവൻ എന്നും നിൽക്കില്ല.
അതിൽ സംശയമുണ്ടോ? ബൈബിൾ അങ്ങനെ പറയും. എന്തായാലും ആ മത്തായിയുടെ സുവിശേഷത്തിൽ 2 സദൃശമായിട്ട് 2 ഉദാഹരണങ്ങൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. കർത്താവിനെ തന്നെയാണ് അത് വിരൽ ചൂണ്ടി പറഞ്ഞത്. പക്ഷെ പലർക്കും അത് അന്ന് മനസ്സിലായത് അത് ഇന്ന് നിങ്ങൾക്കും അത് വായിച്ചിട്ട് മനസ്സിലാകാതിരുന്നവർക്ക് ഇന്നും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിച്ചത് കൊള്ളുന്നു. പച്ചമലയാളത്തിൽ പൊരുൾ തിരിച്ച് തന്നല്ലോ. ഇനി മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കുന്നവർ സ്വീകരിക്കാം, പ്ലസ് ഇല്ലാത്തവർക്ക് വേണ്ട. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദൈവനാമം മാത്രം അവസരപ്പെടുവാറാകട്ടെ.